ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എങ്ങനെയാണ് സോസേജ് ആൻഡ് ബേക്കൺ സാൻഡ്വിച്ച് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഒരു 4 to 5 സ്ട്രിപ്സ് ഓഫ് ബേക്കൺ ആണ് എടുത്തിട്ടുള്ളത്. ഒരു ചൂടായിട്ടുള്ള പാനിലേക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല, ബേക്കൻ്റെ ഫാറ്റ് വെച്ച് തന്നെയാണ് ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ ഒരു 4 സോസേജ് ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒരു 1/4 കപ്പ് സ്വീറ്റ് കോൺ, അതുപോലെ തന്നെ ഒരു ചെറിയ മീഡിയം സൈസ് അണിയൻ ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ബേക്കൺ ഒരുവിധം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ചെറുതായിട്ട് ഒന്ന് ബ്രൗൺ കളറിലാവേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പം നമ്മുടെ ബേക്കണൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മളിത് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിൽ നിന്നുള്ള ഒരു ഫാറ്റ് നല്ലതുപോലെ എണ്ണ വന്നിട്ടുണ്ട്. ഈ എണ്ണയിലിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കുക്ക് ചെയ്തെടുക്കുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള അണിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ബേക്കൻ്റെ ഫ്ലേവർ അണിയൻസിലേക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സെയിം ഓയിലിലിട്ട് തന്നെ ഇതെല്ലാം പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. ഇത് പെട്ടെന്നൊന്ന് കുക്കാകാൻ വേണ്ടിയിട്ട് അല്പം സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഭയങ്കരമായിട്ട് മുരിയാനൊന്നും നിൽക്കണ്ട. നമുക്കിനി ഇതിലേക്ക് സോസേജ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ സ്വീറ്റ് കോൺ എല്ലാം നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. കുറച്ച് പെപ്പർ പൗഡറും ആവശ്യത്തിനനുസരിച്ചുള്ള സോൾട്ടും ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ലിഡ് ഒന്ന് ക്ലോസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും. സോ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ സോസേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള സോസാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ മയോണീസ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് സ്വീറ്റ് ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പും. നമ്മളിവിടെ 3:2:1 റേഷ്യോയിലാണ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് 3 ടേബിൾ സ്പൂൺ മയോണീസ്, 2 ടേബിൾ സ്പൂൺ സ്വീറ്റ് ചില്ലി സോസ് ആൻഡ് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. ഒരു സ്മൂത്ത് സിൽക്കി കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് സോസുകൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും. ഇനി നമുക്ക് എങ്ങനെയാണ് സാൻഡ്വിച്ച് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. ഒരു ചൂടായിട്ടുള്ള പാനിലേക്ക് ഇതുപോലെ ബട്ടർ തേച്ച് കൊടുക്കുക. ഇതിലേക്ക് നമ്മുടെ ബ്രെഡ് പീസസ് ആഡ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് ടോസ്റ്റ് ചെയ്ത് എടുത്താൽ മതി. ബ്രെഡ് നല്ല ചൂടായിട്ട് ഇരിക്കുന്ന സമയത്ത് വേണം നമ്മൾ ബാക്കിയുള്ള സാൻഡ്വിച്ച് ഫില്ലിങ്സും ആഡ് ചെയ്ത് കൊടുക്കാൻ. ആദ്യം തന്നെ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സോസേജ് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. സോസേജ് ഇല്ലെങ്കിൽ ജസ്റ്റ് സ്വീറ്റ് കോൺ മാത്രം ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്താലും മതി. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തുള്ള ബേക്കൺസ് അത് ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയൊരു ക്രിസ്പി ക്രഞ്ചിനെസ്സിന് വേണ്ടി അണിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഫ്രഷ് ആയിട്ടുള്ള ലെറ്റ്യൂസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലും കുറച്ച് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നല്ലതുപോലെ മറ്റേ സൈഡ് വെച്ച് പ്രസ് ചെയ്ത് അടയ്ക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ സാൻഡ്വിച്ച് റാപ്പ് ചെയ്തെടുക്കണമെന്ന് നോക്കാം. ഒരു സ്ക്വയർ ഷേപ്പിൽ നമ്മുടെ പേപ്പർ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതുപോലെ വെച്ച് ഓരോ സൈഡും ഫോൾഡ് ചെയ്തെടുക്കുക. ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്ത് ഇത് ഫിക്സ് ചെയ്ത് നിർത്തുക. അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന സാൻഡ്വിച്ചിനേക്കാളൊക്കെ നല്ല ടേസ്റ്റാണ് ഈ സാൻഡ്വിച്ചിന്. ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫേവറേറ്റ് ഫില്ലിങ്സ് വെച്ച് ഇത് ഉണ്ടാക്കി നോക്കുക. Delicious.